everyone, welcome to my Ma's cooking class. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഡെസേർട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ചോക്ലേറ്റ് ഓറഞ്ച് ഡെസേർട്ട്. അപ്പോൾ ഈ ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് മാറി ബിസ്ക്കറ്റാണ്. മാറി ബിസ്ക്കറ്റ് ഞാനൊരു 50 grams എടുത്തേക്കുന്നത്. അപ്പോൾ ഈ 50 grams മാറി ബിസ്ക്കറ്റിലേക്ക് 25 grams മെൽറ്റഡ് ബട്ടർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര ബിസ്ക്കറ്റാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി ബട്ടർ. ഓക്കെ, നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. നല്ല ഒരു നനഞ്ഞ വെറ്റ് സാൻഡ് പോലെ ഇരിക്കും, ആ ഒരു ടെക്സ്ചർ ആവണം. അപ്പോൾ ഇത് നമുക്ക് പുഡിംഗ് ബൗളിൽ പുഡിംഗ് ട്രെയിൽ സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ബൗൾ ഉണ്ടെങ്കിൽ അതിനകത്ത് സെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഗ്ലാസസിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇൻഡിവിജ്വൽ ഗ്ലാസസിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് സെറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഈ ബിസ്ക്കറ്റ്സ് 4 ബൗളിലേക്ക് ഡിവൈഡ് ചെയ്യുവാണ്. ഇതൊരു 12 മാറി ബിസ്ക്കറ്റ് എടുത്തേക്കുന്നത് കേട്ടോ. 12 മെമ്പേഴ്സിൽ നമുക്ക് ഒരു 50 grams ഉണ്ടാവും. ഇത് ജെന്റ്ലി ഒന്ന് പ്രസ് ചെയ്ത് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. സെറ്റ് ചെയ്യാനായിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഇത് ഒരു 10 മിനിറ്റ് നമ്മൾ അതിൻ്റെ അടുത്ത ലെയർ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് ചില്ല് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം ബേസ് നമ്മൾ ചില്ല് ചെയ്യാനായിട്ട് ഫ്രിഡ്ജ് വെച്ചു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജെലറ്റിൻ നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വേണം. അപ്പോൾ ഈ പുഡിംഗ് സെറ്റ് ആവണമെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും സെറ്റിംഗ് ഏജൻറ്റ് എന്തെങ്കിലും വേണം. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ജെലറ്റിനാണ്. അപ്പോൾ ജെലറ്റിൻ ഞാൻ 1.5 ടീസ്പൂൺ എടുത്തേക്കുന്നത്. അത് 1.5 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഒരു കുറച്ച് നേരം വെക്കുക, അത് ബ്ലൂം ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ വെക്കുക. ഇനിയും അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുട്ട സെപ്പറേറ്റ് ചെയ്യണം. വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. 2 മുട്ടയാണ് നമുക്ക് ഈ അളവിന് വേണ്ടത്. ഓക്കെ, 2 മുട്ട നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ വൈറ്റും യോക്കുമായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ യോക്ക് നമ്മൾ മിൽക്കും കണ്ടൻസ് മിൽക്കും എല്ലാം വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് യോക്ക് അതുകൊണ്ട് നമുക്ക് സോസ് പാനിലേക്ക് മാറ്റാം. എടുക്കുമ്പോൾ സെപ്പറേറ്റ് ചെയ്യുമ്പം ഒട്ടും വൈറ്റ് വീഴാതെ വേണം യോക്കിലേക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ കേർഡിലാവും. പാലിൻ്റെ കൂടെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പിരിയാനുള്ള ടെൻഡൻസി കൂടുതലാണ്. എഗ് യോക്കിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. 3/4 കപ്പ് കണ്ടൻസ് മിൽക്ക്, 3/4 കപ്പ് കണ്ടൻസ്. ഇതിലേക്ക് 1.5 കപ്പ് പാല്. ഇത്ര ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ആയ ശേഷം അടുപ്പ് ഓണാക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കോൺഫ്ലവർ മുട്ടയും നന്നായിട്ട് കമ്പൈൻഡ് ആയില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കിട്ടത്തില്ല. മുട്ട പിരിഞ്ഞ് വരും കേട്ടോ, കേർഡിലൊക്കെ ആവാം. നല്ലൊരു ബോയിൽ വരുമ്പോഴത്തേക്ക് തിക്കാവും. ബിക്കോസ് നമ്മളിതിനകത്ത് കോൺഫ്ലവർ ഉണ്ട്, പിന്നെ മുട്ട. അപ്പം മുട്ടയും കോൺഫ്ലവർ ഉള്ളത് പെട്ടെന്ന് തിക്കാവും. ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ വേറൊരു സ്റ്റൗവിൽ ജെലറ്റിൻ ഡബിൾ ബോയിലിംഗ് രീതിയിൽ കുക്ക് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ മൈക്രോവേവിൽ ഒരു 20 seconds വെച്ച് കഴിഞ്ഞാൽ മെൽറ്റഡ് ആയി കിട്ടും. അങ്ങനെ ചെയ്ത് വെക്കുക കേട്ടോ. ഇത് കുക്ക് ചെയ്യുമ്പം എപ്പോഴും കണ്ടിന്യൂസ്ലി ഇളക്കണം കേട്ടോ. കണ്ടിന്യൂസ്ലി ഇളക്കിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുട്ട കേർഡിൽഡ് ആവാം. മുട്ട കുക്കായിട്ട് സ്ക്രാമ്പിൾഡ് ആയിട്ട് കിടക്കും. അപ്പം അതുകൊണ്ട് കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇതിപ്പം നല്ലൊരു ബോയിൽ വന്നപ്പോഴത്തേക്ക് തിക്കായി. ഓക്കെ, ഇത് ഒരു കസ്റ്റർഡ് കൺസിസ്റ്റൻസി ആയോ എന്ന് നോക്കുന്നത് നമ്മൾ സ്പൂണിൻ്റെ സ്റ്റീൽ സ്പൂണോ എന്താ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അത് തിരിച്ചത് ഫോം ആയില്ലെങ്കിൽ
ഇനഫ് തിക്നെസ് ഉണ്ടെന്നുള്ള അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഒരു ബോയിൽ വന്നിട്ട് നല്ല തിക്കായി. ഞാൻ ഓഫ് ചെയ്തു. ഈ സ്റ്റേജിൽ നമുക്ക് ഇതിനകത്തേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ജെലറ്റിൻ, ഇത് ഞാൻ മൈക്രോവേവിൽ ഒരു 20 സെക്കൻഡ്സ് മൈക്രോവേവിൽ വെച്ച് മെൽറ്റ് ചെയ്തെടുത്തേക്കുന്ന അത് ഇതിനകത്തേക്ക് ചേർക്കാം. കൂളാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് കൂളാകുമ്പോഴത്തേന് മുട്ട ബീറ്റ് ചെയ്ത് വെക്കാം. മുട്ട നല്ലതായിട്ട് സ്റ്റിഫായ ശേഷം നമുക്ക് കമത്തി നോക്കുക, വീഴുന്നില്ല എന്ന് കണ്ട സ്റ്റിഫായി. ഓക്കെ, ഈ ഒരു സ്റ്റേജിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കസ്റ്റർഡ് മിക്സ്ചർ ഇല്ലേ, അത് ഈ മുട്ടയിലേക്ക് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന കസ്റ്റർഡും കൂടി ഇതിനകത്തേക്ക് ഫോൾഡ് ചെയ്യാം. എഗ് വൈറ്റ് നന്നായിട്ട് കസ്റ്റേർഡിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യണം കേട്ടോ. ഒരു നല്ല ഫ്ലഫി എയറി ടെക്സ്ചർ കിട്ടും. ഈ പുഡിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ബൗളിൽ സെറ്റ് ചെയ്യാം. ഒരു 7 ഇഞ്ച് സ്ക്വയർ പാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സെറ്റ് ചെയ്തെടുക്കാം. പുഡിംഗ് ബൗളിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഓവർനൈറ്റ് വെക്കണം. ഒരു 6 മണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് പുഡിംഗ് സെറ്റായിട്ട് കിട്ടും. നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഡിസേർട്ട് ഗ്ലാസ്സസ് ഇല്ലേ, അതിലേക്ക് ഇത് ഒഴിക്കാം. ഓക്കെ, അപ്പം ഗ്ലാസ്സിൽ ഒഴിക്കാനുള്ള എളുപ്പത്തിൽ ഞാൻ ഈ ഒരു ജഗ്ഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ഗ്ലാസ്സസിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആവണം. ഒരു ഈ ഗ്ലാസസിലായതുകൊണ്ട് മേ ബി ഒരു 1 or 2 hours വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് സെറ്റാവും. സെറ്റായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി ഓറഞ്ചും ചോക്ലേറ്റും ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട്. അതുവരെ ചില്ല് ചെയ്യാനായിട്ട് ഫ്രിഡ്ജ് വെക്കാം. ഓക്കെ, പുഡിംഗ് അത്യാവശ്യം സെറ്റായി. ഫുൾ സെറ്റല്ല, എന്നാൽ അത്യാവശ്യം സെറ്റായി. ഇതിൻ്റെ പുറത്തേക്ക് ഓറഞ്ചിൻ്റെ സെഗ്മെൻറ്റ്സ് ഞാൻ ചെറിയ ചെറിയ പീസസായിട്ട് ഇട്ടേക്കുന്നത് കേട്ടോ. അത് ഇട്ടൊന്ന് കവർ ചെയ്യും. ചെയ്യുമ്പോൾ എപ്പോഴും നല്ലതായിട്ട് സെറ്റായിട്ട് ഇടാവും. നമ്മൾ ആക്ച്വലി ഓറഞ്ച് ഒരു ലുക്കിന് മാത്രമല്ല ഇടുന്നത്, നമ്മൾ കഴിക്കുമ്പോൾ ഓറഞ്ചിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരും. പുഡിങ്ങിൽ നന്നായിട്ട് ഓറഞ്ചിൻ്റെ ഫ്ലേവർ വരും. കമ്പൈൻ ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ചെയ്യാം. ഓറഞ്ച് ഇട്ടു, ഇനി നമുക്ക് ചോക്ലേറ്റ് വെച്ച് കവർ ചെയ്യാം. അപ്പോൾ ഇതേപോലെ ചോക്ലേറ്റ് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് ഓറഞ്ച് സെഗ്മെൻറ്റ്സും വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ട് വീണ്ടും ചില്ല് ചെയ്യുക, എന്നിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ ഈ ഡെസേർട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ഡെസേർട്ടാണ്. എല്ലാ ഏജുകാർക്കും ഇഷ്ടമാകുന്നൊരു ഡെസേർട്ട്. ഒട്ടും റിച്ച് അല്ലാത്ത ഒരു ടേസ്റ്റുള്ളൊരു ഡെസേർട്ട് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.